ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം, പാർട്ട് 2. കഴിഞ്ഞ ദിവസം ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞു. 4 ശാഖകൾ, ഒരു നദിക്ക് 4 ശാഖകളുണ്ട്. അതിൽ 4 ശാഖകളെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്നാമത്തേതാണ് ഡിസൈപ്പിൾഷിപ്പ്, രണ്ടാമത്തെ കൗൺസിലിങ്, മൂന്നാമത്തേത് ഹീലിംഗ്, നാലാമത്തേത് വാർഫെയർ. ഈ 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ ശിഷ്യത്വമാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. വി ലേൺ ദ ബർത്ത് റൈറ്റ്, നമ്മുടെ ജന്മ അവകാശം എന്താണ്, എൻ്റെയും നിങ്ങളുടെയും ജന്മ അവകാശം എന്താണ് നമ്മുടെ ജന്മാവകാശം? ഒരു കണക്കിന് നോക്കി ഈ ഭൂമിയിൽ കുറേ സമ്പത്തുണ്ടാക്കി, സ്വത്തുണ്ടാക്കി, ഒരു വലിയ ബാബൽ ടവർ ഉണ്ടാക്കി, അതാണോ നമ്മുടെ സമ്പത്ത്? അതാണോ ജന്മാവകാശം? അതോ കുറേ മക്കളെ ഉണ്ടാക്കി, അതാണോ ജന്മാവകാശം? അല്ല. വലിയ ഡിഗ്രി എടുക്കുകയാണ്, അല്ല, അതുമല്ല നിൻ്റെ ജന്മ. വാട്ട് ഈസ് യുവർ ബർത്ത് റൈറ്റ്? നിൻ്റെ ജന്മാവകാശം എന്ന് പറയുന്നത് ദ വെരി തിങ് ഫോർ വിച്ച് യു ആർ ക്രിയേറ്റഡ്. നിന്നെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് സൃഷ്ടിച്ചത്? ഇൻറ്റിമസി വിത്ത് ഗോഡ്, അതായത് ദൈവത്തെ അടുത്തറിയുക. അതൊരു വലിയ, അത് ബുക്കുകൾ എഴുതാം അതിനെക്കുറിച്ച്. അതൊരു വലിയ സത്യമാണ്. നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ നമ്മൾ പിള്ളേരാകുമ്പോൾ അവരെ പിടിച്ച് അടിച്ചെടുത്ത്, ഇപ്പോഴത്തെ കാലത്തൊക്കെ എൻ്റെ ദൈവമേ 3 വയസ്സ് തൊട്ടേ പഠിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പം കുഞ്ഞുങ്ങളെ അടിച്ച് പഠിപ്പിച്ച് 40 ഫ്രൂട്ട്സിൻ്റെ പേര് 5 മാസമായപ്പം പറയാൻ തുടങ്ങി. പിന്നെ പഠിപ്പിച്ച് അവരുടെ ജീവിത അന്ത്യം വരെ അടിച്ച് പഠിപ്പിക്കുന്നത് കാണാം. എന്നതാ എന്നിട്ടോ മനുഷ്യനൊന്നും ഒരു ബുദ്ധിയില്ല, എല്ലാം പ്രാകൃത മനുഷ്യരായി മാറുക. ദൈവത്തെ അറിയാനാണ് നമ്മളെക്കുറിച്ച്. എന്നാൽ കൊച്ചുങ്ങളെ പണ്ടൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഇടയ്ക്ക്, ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് 5000 ശ്ലോകം 5 വയസ്സിന് മുമ്പേ പഠിപ്പിക്കുമായിരുന്നു. ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് അവർ കൊച്ചിലെ തന്നെ പാട്ടുപാടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. വേദപുസ്തകം വായിച്ചാൽ ലോർഡ്സ് പ്രെയർ എന്തുവാന്ന് പോലും പല പിള്ളേർക്കും അറിഞ്ഞുകൂടാ. 23-ാം സങ്കീർത്തനം എത്ര പഠിപ്പിച്ചാലും ചിലർക്ക് അറിഞ്ഞുകൂടാ. വളരെ സങ്കടമാണ് നമ്മൾ എത്ര വിചാരിച്ചാലും. കാരണം മാതാപിതാക്കൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. വേറെ ആര് പറഞ്ഞാലും അത്രയും സ്വാധീനമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് വാട്ട് ഈസ് യുവർ ബർത്ത് റൈറ്റ്? നിങ്ങളുടെ ജന്മാവകാശം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അത് ഭൂമിയിൽ വെച്ച് അറിയണം. അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ വിശ്വാസമോ ഈ അറിവോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് വി ആർ സീയിങ് ഫേസ് ടു ഫേസ്, അന്യോന്യം നമ്മൾ കാണുകയാണ്. പക്ഷെ ഇവിടെ വെച്ചാണ് ഇതായിരിക്കുന്നത് ഇൻറ്റിമസി വിത്ത് ഗോഡ്, നോയിങ് ഗോഡ് ഇൻ പേഴ്സൺ. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ടോ? ഈ മത്തായിയുടെ സുവിശേഷം 7:23 എഴുതി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്തു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. നമുക്ക് നമ്മളൊക്കെ ചില പറയും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയും. മത്തായിയുടെ സുവിശേഷം 7:23, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ പല വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ അല്ലേ അന്ത്യകാലത്ത് കേൾക്കുക. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്ത് പറയുവിൻ എന്ന് പറയും. ആകയാൽ എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാന്ന്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റു അടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. വൻമഴ പൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അതാണ് നമ്മൾ കർത്താവിനെ കൂടാതെ എന്ത് ചെയ്താലും അവ മണലിന്മേൽ വീട്. കണ്ടാൽ വളരെ ഭംഗിയാണ് മണലിന്മേൽ വീട് പറയുന്നത്. ബാബു പോളൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞായിരുന്നു, വീട് മണലിനെ പണിയാൻ വളരെ എളുപ്പമാണ്, പാറമേ പണിയാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ജോലിയാണ്. അപ്പം നീ പണിയുന്നത് മണലിന്മേലാണ് എങ്കിൽ അത് കാറ്റും കോളും എപ്പോൾ വരുന്നല്ല, വരുമോന്നുമല്ല, അത് തീർത്തും വരുന്ന പറയുന്നത്. രണ്ടിന്മേലും അടിക്കും. പക്ഷേ മണലിന്മേൽ പണിതത് വീണുപോകും, പാറമേൽ പണിതത് ഉറച്ചേ നിൽക്കും. അത് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്തുവാ? ഗിവ് എ മാൻ എ ഫിഷ്, ഹി മേ ഈറ്റ് ദാറ്റ് ഡേ. എന്നാൽ ഗിവ് എ മാൻ ഹൗ ടു ഫിഷ്,
ദാറ്റ് വിൽ ഗീവ് ഹിം എ ലൈവ്ലിഹുഡ്. ഒരു മനുഷ്യനെ ഒരു മീൻ കൊടുത്താൽ അവന് അത് കഴിക്കാനറിയാം. പക്ഷേ അവൻ മീൻ പിടിക്കുന്നത് പഠിപ്പിച്ചാലോ അവനൊരു ജീവിത മാർഗമാകും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കർത്താവിനെ അറിയാൻ പഠിപ്പിക്കണം. ചുമ്മാതെ കുറച്ച് നന്മ ചെയ്യാനാണെന്ന് പറഞ്ഞ് അതല്ല. The same is spiritual truth. Teach a man to rule and he will help him. Solve a problem. Teach a man to walk with God and you help him solve the rest of his life. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ അവനെ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ആ മനുഷ്യൻ ദൈവത്തോടുകൂടെ എങ്ങനെ നടന്ന് ജീവിക്കുമ്പോഴേ അവൻ്റെ ജീവിതത്തിൽ അവനൊരു ഐശ്വര്യം, അതായത് ജീവിതം എങ്ങനെ നേരിടണമെന്ന് അവൻ പഠിക്കും. അത് ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് പഠിച്ചാലേ നിൽക്കത്തുള്ളൂ. നമ്മൾ ചുമ്മാതെ പോയി അവിടെ ഇവിടെ നോക്കിയിരുന്ന് സമയം കളയുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. വലിയ ഒത്തിരി ഡിഗ്രികളെ കൂട്ടി എനിക്ക് 10 ഡിഗ്രി ഉണ്ട് 15 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവത്തെ അറിയാത്ത ഡിഗ്രികൾക്ക് 0 വിലയാണ് ദൈവം ഇട്ടിരിക്കുന്നത്. Only by walking with God can we hope to find the path that leads to life. This is what it means to be a disciple. അതായത് ദൈവത്തോട് ചേർന്ന് നടക്കുക. അതെങ്ങനെയൊക്കുന്ന ആത്മാവാകുന്ന ദൈവത്തോട് നമ്മളെങ്ങനെ ചേർന്ന് നടക്കുക? നമുക്ക് കാണാൻ പോലും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ 3.5 വർഷം തൻ്റെ ശിഷ്യന്മാരെ 12 പേർ, ഒത്തിരി ശിഷ്യന്മാർ ആദ്യം ഉണ്ടായിരുന്നു. കുറേ പേരെല്ലാം കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കണം, തിരുരക്തം കുടിക്കണം, അവർ വിട്ടേച്ചു പോയി. അപ്പം കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് പത്രോസിന്, എന്താ ശിഷ്യന്മാർ നിങ്ങൾക്ക് പോകേണ്ടതെന്ന്. അപ്പം പത്രോസ് പറയുന്നു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ബിക്കോസ് ഹി സോ ദ ട്രൂത്ത്. അങ്ങനെ കണ്ടിട്ടാണോ പഠിക്കുന്നത് അതോ കാണാതെയാണ്? അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ അവൻ്റെ കൂടെ ഒട്ടി നിൽക്കണം. ലെറ്റ്സ് ആക്ച്വലി ഫോളോ ഹിം, നോട്ട് ഐഡിയാസ്, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അതായത് ഗുരുകുലവാസം എന്ന് പറയുമ്പം ഈ ടാഗോറിൻ്റേത് പഴയ കാലത്തിൽ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അവിടെയൊക്കെ പിള്ളേർ എവിടെ പോയി അങ്ങ് നിൽക്കുകയാണ്. രാജാക്കന്മാരുടെ മക്കളൊക്കെ അവിടെ പോയി അങ്ങ് നിൽക്കും. അവിടെ വെച്ചാണ് അവരുടെ ബിഹേവിയറിൽ ഫോം ചെയ്യുന്നത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, പ്രശ്നം വരുമ്പം ഭ്രാന്ത് പിടിക്കാതെ എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്ന് അങ്ങനെയാണ്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്തുവിനെ തന്നെ ഫോളോ ചെയ്യാതെ കാര്യം നടത്തില്ല. വേറെ പലരതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അവരത് ചെയ്തു ഇത് ചെയ്തു, അതുകൊണ്ട് അതൊന്നും ശരി അവർ ജീവിച്ചു. പക്ഷെ അവരല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ. ദ യാർഡ്സ്റ്റിക്ക് ഈസ് ക്രൈസ്റ്റ് അലോൺ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. ബൈ വിസ്ഡം എ പേഴ്സണൽ വാക്ക് വിത്ത് ഗോഡ് കംസ് ടു us ത്രൂ വിസ്ഡം ആൻഡ് റെവലേഷൻ. ജ്ഞാനവും പരിജ്ഞാനം, വെളിപ്പാടാണിത്. ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ കർത്താവിനെ, അതായത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ എനിക്കറിയാം. അന്ന് ഞങ്ങൾ 50 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ച് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്ന് പോലും എനിക്കിപ്പോൾ അറിയാം. ബിക്കോസ് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പലരും പല നന്മകളും പല കാര്യങ്ങളും മറ്റുള്ളവർ പറയും. അവർക്ക് ആ ഒരു ചെറിയൊരു സെക്ഷൻ ഓഫ് ലൈഫ് മാത്രമേ അദ്ദേഹത്തിൻ്റെ അറിയത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദി തിങ്സ് അറിയാവുന്ന വീട്ടിലുള്ള ഭാര്യയ്ക്കാണ്. അതുപോലെ തന്നെ അവർക്ക് നമ്മളെക്കുറിച്ചും അറിയാം. ബിക്കോസ് വി ലിവ് ടുഗെദർ. അത് തന്നെയാണ് യേശു ക്രിസ്തുവിനോട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു ആത്മാവാണ്. ക്രിസ്തു അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ക്രൂശ് മരണം ഏറ്റെടുത്തു എങ്കിൽ നമ്മുടെ ഒരേ ഒരു ജോലി ആ പരിശുദ്ധാത്മാ നമ്മളെ ഉള്ളിൽ വസിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എന്ത് ചെയ്താലും ദൈവത്തിനെ ഇഷ്ടപ്പെടത്തില്ല. വി മേ ഹാവ് എ ഗുഡ് ഹാർട്ട് ബട്ട് ഇറ്റ് ഈസ് ആൻ അൺട്രെയിൻഡ് ഹാർട്ട്. ഒരു നല്ല ഹൃദയമുണ്ട്, പക്ഷേ ട്രെയിൻ ചെയ്യാത്ത ഹൃദയത്തിന് എന്ത് ഗുണം? നമുക്കിപ്പോൾ എനിക്ക് വലിയ വിലപിടിപ്പുള്ള ഒരു ഫോൺ തന്നാൽ ചിലപ്പോൾ എൻ്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. കാരണം പല ഗാഡ്ജറ്റ്സ് എനിക്ക് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത. എനിക്ക് സാധാരണ ഒരെണ്ണം വേണം, അതിലൊരു വാട്സപ്പ് വേണം, അതിലൊരു ടെലിഫോൺ ചെയ്യുന്ന ഫെസിലിറ്റി, പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കണം, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതിന് പകരം ഒത്തിരിയും ഗാഡ്ജറ്റ്സ് ഉള്ളവരണം എനിക്ക് തന്നെ എനിക്കെന്ത് പ്രയോജനം? അത് അറിയാവുന്ന വ്യക്തിക്ക് കൊണ്ട് കൊടുത്താൽ അത് പ്രയോജനം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ദൈവകാര്യം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും ആവശ്യമുണ്ട്. ജ്ഞാനം, പരിജ്ഞാനം, വെളിപ്പാട്, ഇത് 3 ആവശ്യമുണ്ട്. ഇതില്ലാതെ ദൈവത്തെ അറിയാനൊക്കത്തില്ല. അപ്പോൾ വി മേ ഹാവ് എ ഗുഡ് ഹാർട്ട് ബട്ട് ഇറ്റ് ഈസ് ആൻ അൺട്രെയിൻഡ് ഹാർട്ട്. അവർ ഹാർട്ട് ഹാസ് ബീൻ മെയ്ഡ് ഗുഡ് ബൈ ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ബട്ട് വി ഹാവ് ഇൻ ലേൺ ഹൗ ടു ലിവ് ഫ്രം ഇറ്റ്. നമുക്കൊരു പുതിയ ഹൃദയം ദൈവം തന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അൺട്രെയിൻഡ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇല്ലാത്ത ഹൃദയമാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അത് നമ്മളിപ്പം വലിയൊരു
പിയാനോ കൊണ്ട് ഒരു ശിശുവിനെ കൊണ്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആളുടെ കൊണ്ട് പഠിപ്പിക്കുക. മ്യൂസിക് റീഡ് ചെയ്യാൻ വയ്യാത്ത, മ്യൂസിക് അറിയാൻ വയ്യാത്തവന് ഒരു പിയാനോ കിട്ടിയിട്ട് എന്തോ ഒരു ഗുണവുമില്ല. ഒരു വയലിൻ കൊണ്ട് ഏൽപ്പിക്കുക. ഇഫ് ഹി ഡസൻറ്റ് നോ ഹൗ ടു പ്ലേ വിത്ത് ഇറ്റ്, ഇറ്റ് ഈസ് നോ യൂസ്. അങ്ങനെ തന്നെയാണ് കർത്താവിന് ഡിസൈപ്പിൾസ് ആണെങ്കിൽ വി ഹാവ് ടു ബി walking with him in accordance with his rules and regulations. കർത്താവിൻ്റെ സ്വഭാവം അറിയണം. Our heart is not bad, but it is just unwise. നമ്മുടെ ഹൃദയം അഴുക്കല്ല, നല്ലതാണ്, പക്ഷേ ജ്ഞാനം കുറവാണ്. അതായത് ബുദ്ധിയില്ല, ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല. അതിപ്പോൾ 4 വയസ്സുള്ളൊരു കൊച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമല്ല. എന്നാൽ 12ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിക്ക് കൊടുത്താൽ ചിലപ്പോൾ, പക്ഷേ മാത്സിനെക്കുറിച്ച് മാത്തമാറ്റിക്സിൽ അങ്ങേയറ്റം ഡിഗ്രി ഉള്ള കൊണ്ട് കൊടുത്താൽ ഒരു പ്രോബ്ലം കൊടുത്താൽ അവർക്ക് എളുപ്പം അത് പരിഹരിച്ചു തരാം. ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ദ ട്രെയിനിങ്. അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ ശിഷ്യത്വം ക്രിസ്തുവിനോട് കൂടെ നിന്ന് പ്രാപിച്ചില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പം ഡിസൈപ്പിൾഷിപ്പ് ഈസ് ബീങ് എ ഡിസൈപ്പിൾ അണ്ടർ ദ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായിരിക്കണം. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ജീസസ്. അത് നമുക്ക് വളരെ നിർബന്ധമാണ്. ദൈവം നമ്മളെ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, നമ്മളെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് പിന്മാറ്റത്തിന് സമയമില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വന്ന് കർത്താവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് കയറാൻ നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. വി സറണ്ടർ അവേഴ്സൽസ് ടു യു ലോർഡ്. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. നിൻ്റെ ശിഷ്യത്വം കിട്ടിയ 4 നദികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകിയെങ്കിൽ മാത്രമേ ദൈവമേ അനുഗ്രഹ ജീവിതം പ്രാപിക്കാനൊക്കത്തുള്ളൂ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുൻപിൽ കാണും. പക്ഷേ കർത്താവ് 12 ശിഷ്യന്മാരെ കൂടെ നടത്തി അവരെ പഠിപ്പിച്ചെടുത്തതുപോലെ ഞങ്ങളെ നിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വെളിപ്പാടിലും ഒരുപോലെ നിൻ്റെ കൂടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണമേ. അത് ബുദ്ധിയുള്ള കന്യകമാരായിട്ട്, ജ്ഞാനമുള്ളവരായിട്ട്, വിവേകമുള്ളവരായിട്ട് തീരുവാൻ ഞങ്ങളെ പുരുഷന്മാർ കർത്താവിൻ്റെ ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും വിവേകത്തിലും വളരാനും മക്കളൊക്കെ ദൈവീക ജ്ഞാനത്തിൽ തന്നെ യെശയ്യാ 11:2 പറയുന്ന പോലെ യഹോവയുടെ ആത്മാവിനെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോഭക്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇത് ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ ഡിസൈപ്പിൾസായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ മാറ്റി നിർത്തിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.